റാങ്കുള്ളടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്. ഹലോ ഓൾ, എൻട്രിയുടെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSAയുടെ ഒരു ആഘോഷം തന്നെ നടക്കുന്ന ഒരു സമയമാണ്. ബിക്കോസ് എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ സബ്ജക്റ്റിൽ നിന്നും HSAയുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഷുവർ ഷോട്ട് സീരീസുമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് വരുന്ന സമയമാണ്. ശരിക്കും നമ്മൾ HSA എന്ന് പറയുന്ന എക്സാമിൽ തന്നെ ഫോക്കസ് ചെയ്ത് എൻട്രിയുടെ കംപ്ലീറ്റ് ടീമും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ടൈമാണ്. സോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജാനുവരി 15 സിലബസിൽ ചേഞ്ച് വരും എന്ന് കുറേ എക്സ്പെക്ടേഷൻസും കുറേ ഊഹാപോഹങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. ആൻഡ് എന്ത് അപ്ഡേറ്റ് ഉണ്ടായാലും താഴെ കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് HSA ഇംഗ്ലീഷിന്റെ ഷുവർ ഷോട്ട് സീരീസ് ആണ്. അപ്പോൾ ഡീകോഡിംഗ് ഉൾപ്പെടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് എന്താണ് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ തന്നെ യൂട്യൂബിൽ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ്സും ഒക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുമുണ്ട്. ഇനി ഇംഗ്ലീഷിന്റെ അതായത് ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ള ഏരിയാസ്, ഒരു പക്ഷേ നമ്മളൊരു ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പം ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. സോ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം പ്രോപ്പറായിട്ട് പഠിച്ചു തീർന്നാലും നമുക്ക് കൃത്യമായിട്ട് വരുന്ന ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ്, പക്ഷെ അത് ചിലപ്പോൾ ട്രിക്കി ആയിരിക്കും, അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കോഴ്സ് ടെക്സ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാരലായിട്ട് ഇത്തരത്തിലുള്ള കുഞ്ഞി ട്രിക്കി ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കിയോ നോട്ട് ഉണ്ടാക്കിയോ PDF ഉണ്ടാക്കിയോ സൂക്ഷിച്ചു വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അത് ഒരു തവണയല്ല, രണ്ട് തവണയല്ല, 3 തവണയല്ല, മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ നമ്മുടെ ആ ഒരു എക്സാം, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയാൽ മാത്രമേ നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ 1 തൊട്ട് 10 വരെയുള്ള റാങ്കുകളിലേക്ക് വരികയും നമുക്ക് ആ ഒരു ജോലി കിട്ടുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മാർക്കും വളരെ വാല്യുബിൾ ആണ്. അപ്പം ഈ ഏരിയാസിൽ നിന്ന് ഇത്തരത്തിലെ ട്രിക്കി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിമ്പിൾ എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ എക്സാം ഹാളിൽ ഇരുന്ന് നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ വെച്ച് അത്ര ഗംഭീരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി ചില നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്ത ഓപ്ഷൻസും കൂടി ആവുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ കൂടും. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് HSAയുടെ ഷുവർ ഷോട്ട് സീരീസിലൂടെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ആർഷ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ഉണ്ട്, നമുക്കറിയാം പാർട്ട് A, പാർട്ട് B എന്നൊക്കെ പറഞ്ഞ ഡിവിഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ഹോട്ട് ടോപ്പിക്സ് സെപ്പറേറ്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏത് സിലബസ് മാറിയാലും എത്രമാത്രം കംപ്ലീറ്റ് ഡിഫറൻസ് വന്നാലും എപ്പോഴും ചോദ്യകർത്താക്കൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഹോട്ട് ടോപ്പിക്സ് ഒരു 7 തൊട്ട് 10 എണ്ണം വരെ ഉണ്ട്. അതിൽ ഒന്ന് ഡീറ്റെയിൽ ടു എക്സ്ട്രാ ഡീറ്റെയിൽ. അതായത് പലപ്പോഴും ഡ്രാമ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് ചോദിക്കും ഇത്രയും ഡെപ്തിൽ പഠിപ്പിക്കണോ? ഞാൻ അവരോടൊക്കെ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കൂ. അതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കുന്നത് ചിലപ്പം എക്സ്ട്രാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്താണ് ഒരു 2 ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ക്യാരക്ടറിന്റെ കയ്യിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു പ്ലേസിലോട്ട് വരുമ്പം എന്ത് സാധനമാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ സീനിൽ അവർ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ കളർ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആണ് എങ്കിൽ. സോ അത്രമാത്രം എക്സ്ട്രാ ഡീറ്റെയിലോട്ട് ക്വസ്റ്റ്യൻ പോകുന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ടു എക്സ്ട്രാ ഡീറ്റെയിൽ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ്. അതിന് റിലവൻസ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ആ കളറിനോ ആ കൊണ്ടുവരുന്ന ഒരു തിങ്ങിനോ അവർ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിനോ അവിടെ ഒരു സിഗ്നിഫിക്കൻസ് ആ ഒരു പ്ലേയുമായിട്ടോ ആ സ്റ്റോറിയുമായിട്ടോ ഉണ്ട് എങ്കിൽ ആ എക്സ്ട്രാ ഡീറ്റെയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് പബ്ലിഷ്ഡ് ഇയർ ആണ്. ഇപ്പം എൻട്രിയുടെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കും, നമ്മൾ ഡീകോഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പബ്ലിഷ്ഡ് ഇയേഴ്സ് എല്ലാ വർക്ക്സും പബ്ലിഷ് ചെയ്ത വർഷം ഒന്നിച്ച് ഒരു PDF ആക്കി ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പം പബ്ലിഷ്ഡ് ഇയേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞാലും പബ്ലിഷ്ഡ് ഇയേഴ്സ് എല്ലാ വർക്ക്സിൻ്റെയും നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് പോലെ റിമെമ്പർ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 or 2 ക്വസ്റ്റ്യൻ അവിടുന്ന് കിട്ടും. റിട്ടേൺ ഇയറും പബ്ലിഷ്ഡ് ഇയറും ചോദിക്കും.
ഡ്രാമയാണെങ്കിൽ പെർഫോംഡ് ഇയർ, ഫസ്റ്റ് പെർഫോംഡ് ഇയർ ചോദിക്കാറുണ്ട്. സോ അതൊരു സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഹോട്ട് ടോപ്പിക് ആണ്. പിന്നെ പെർഫോംഡ് ഇയർ നമ്മളിപ്പോൾ പറഞ്ഞു, ഡ്രാമയാണെങ്കിൽ പെർഫോം ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് പെർഫോം ചെയ്ത വർഷം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റീസ്, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഫിസിക്കൽ അപ്പിയറൻസ്, മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നാഗമണ്ഡലയില് കുരുടവ ബ്ലൈൻഡ് ആണ്, അപ്പൊ കണ്ണ് കാണാൻ പറ്റില്ല. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാൻറ്റംബറി ടെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കില്ല എങ്കിൽ പോലും കാൻറ്റംബറി ടെയിൽസ് ഒക്കെ നമ്മൾ മറ്റു പല എക്സാംസിനും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഒരു ക്യാരക്ടറിന് ഒരു സ്പെസിഫിക് ഫിസിക്കൽ ട്രേറ്റ് കാണും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണും ഫിസിക്കൽ അപ്പിയറൻസിലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിലോ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റീസ് കഴിഞ്ഞ HSAയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റീസ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, എക്സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്തെങ്കിലും വിക്ക് പോലുള്ള ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഏത് ക്യാരക്ടേഴ്സിനെ ആണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ ക്യാരക്ടർ സ്പെഷ്യാലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് മരണങ്ങൾ, ഫോർ എക്സാമ്പിൾ മരണങ്ങൾ, മാൽക്കം, മാക്ഡഫ് അല്ലെങ്കിൽ മാക്ബത്ത് ഒക്കെ എടുക്കുവാണെങ്കിൽ ആരാരെ കൊന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്യാരക്ടർ എങ്ങനെയാണ് മരിച്ചത്, ഫോർ എക്സാമ്പിൾ ലേഡി മാക്ബത്ത് എങ്ങനെയാണ് മരിച്ചത്, അതൊരു സൂയിസൈഡ് ആയിരുന്നോ, അതാരെങ്കിലും കൊന്നതാണോ എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഓരോ ക്യാരക്ടറും എടുക്കുമ്പോൾ എസ്പെഷ്യലി ഡ്രാമാസിലും സ്റ്റോറീസിലും ഡെത്ത് നടന്ന വർഷം, കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹോട്ട് ടോപ്പിക്സ് ആണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിന് കൊടുത്ത ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ ഓർക്കാൻ സൂക്ഷിച്ച എന്തെങ്കിലും ഒരു കാര്യം, ഇതൊക്കെയും നമ്മൾ പഠിക്കണം. ഇതൊക്കെയാണ് എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് എൻട്രി ഇപ്പം ലൈവിലൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഴ്സ് കോണ്ടന്റ് കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോർമൽ ആ ബാച്ചിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഡീറ്റെയിൽ ആണ് ക്ലാസ്സുകൾ പോകുന്നത്, എല്ലാ ക്ലാസ്സുകളും കിട്ടും. പക്ഷെ അതിനോടൊപ്പം തന്നെ പാരലായിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുവർത്തിച്ച് വരുന്നുണ്ട്. ദെൻ ലൊക്കേഷൻ, മേജർ ഇൻസിഡന്റ് നടന്ന ലൊക്കേഷൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സിന്റെ ഫിക്ഷണൽ പ്ലേസസ്, അവർ ക്രിയേറ്റ് ചെയ്ത ഫിക്ഷണൽ പ്ലേസസ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയും സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ ഒരു പാരലൽ മൂവ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ ഷുവർ ഷോർട്ട് സീരീസിൽ അതിന്റെ 1-2 മിനിയേച്ചർ വേർഷൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇവിടെ ഷുവർ ഷോർട്ട് സീരീസിൽ എന്തൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കിട്ടുന്ന ഷുവർ ഷോർട്ട് സീരീസിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, സിലബസും PYQവും അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, PYQസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, റെപ്പറ്റേറ്റീവ് വാല്യൂ ഉള്ള ചോദ്യങ്ങൾ ഏതാണ്, അതായത് കഴിഞ്ഞുപോയ HSAയിൽ നിന്ന് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത് അത് നമ്മൾ നോക്കും. ദെൻ സിലബസ് കംപ്ലീറ്റ് നമ്മൾ ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റും നടത്തും. അതായത് സിലബസ് എക്സ്പ്ലനേഷൻ അല്ല, സിലബസിൽ നിന്ന് മെയിൻ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കും. രണ്ടാമത്തത് 1-2 വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം എലിമിനേഷൻ മെത്തേഡ്, എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വഴി കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാനാണ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ചിലപ്പം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡ് ആണ് എന്ന് പറഞ്ഞാലും ചില ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരു ഡൗട്ടും കൺഫ്യൂഷനും ഉണ്ടാവാറുണ്ട്. സോ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഓപ്ഷൻസ് നോക്കിക്കൊണ്ട് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ റോങ് ആയിട്ടുള്ള ആൻസർ എടുത്ത് മാറ്റാം എന്നുള്ളത് നമ്മൾ ഷുവർ ഷോർട്ട് സീരീസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ ഡീകോഡിംഗ് സീരീസിന്റെ ഒരു കുഞ്ഞു വേർഷൻ, അതായത് കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പൊ ഇത്രയാണ് ഷുവർ ഷോർട്ട് സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ മിനി ഡീകോഡിംഗ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5-6 വർക്സിന്റെ, ഒരു 5 to 6 വർക്സിന്റെ പബ്ലിഷ്ഡ് ഇയറും റിട്ടൺ ഇയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ്, അങ്ങനെയുള്ള വർക്ക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് നമ്മൾ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മിനി ഡീകോഡിംഗ് ആണ്, റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, കഴിഞ്ഞ തവണത്തെ HSAയുടെ ക്വസ്റ്റ്യൻ എടുത്താൽ ഡാഡി പോയത്തിന്റെ റിട്ടൺ ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പബ്ലിഷ്ഡ് ഇയറും റിട്ടൺ ഇയറും 2 ആയിട്ട് വരുന്ന വർക്സിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാസ്റ്റ് ടൈമിലെ HSA ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യനിൽ
ഡാഡിയുടെ റിട്ടേൺ ഇയറും പബ്ലിഷ്ഡ് ഇയറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങളും ഡിഫറെന്റ് ആണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് ആ എഴുതുന്ന ഇയർ സിൽവിയ പ്ലാത്തിന്റെ ലൈഫുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ്. അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോളോ ചെയ്ത് അവരുടെ മരണവും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ എഴുതപ്പെട്ട വർഷം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഡാഡി എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് എല്ലാം പഠിക്കുന്നു, ലിറ്റററി ഡിബേസസ് പഠിക്കുന്നു, വാർ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, നാസിയുടെ ഇഷ്യൂസ് പഠിക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ആ ഒരു സ്റ്റൈൽ എന്താണ്, ക്വിൻറ്റിൻസ് എന്താണ്, എല്ലാം പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ അതിന്റെ റിട്ടേൺ ഇയറിന്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഓപ്ഷൻ ആണ് എങ്കിൽ, ഡേറ്റ് ഉൾപ്പെടെയാണ് ചോദിച്ചത്, ഡേറ്റും ഡേയും ഇയറും ഉൾപ്പെടെയാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതല്ല നമ്മൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് റിട്ടേൺ ഇയറും പബ്ലിഷ്ഡ് ഇയറും ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ അത്തരത്തിൽ വരാവുന്ന നിലവിലത്തെ HSA സിലബസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സിലബസ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പുറവിൽ അല്ലെങ്കിൽ താഴെ പിൻ ചെയ്തിരിക്കും. ഓക്കെ, സോ HSA സിലബസിൽ അത്തരത്തിൽ റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇയർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ള വർക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡണ്ട് എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് ഉണ്ട്. എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റാഫിസിക്കൽ പോയമാണ്. നമുക്കറിയാം ജോൺ ഡണ്ട് ഒരു മെറ്റാഫിസിക്കൽ പോയമാണ്. നമ്മൾ എപ്പോഴും പറയും ഹോളി സോണറ്റ്സും അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയംസും എഴുതിയ, ഹോളി സോങ്സും മെറ്റാഫിസിക്കൽ പോയംസും എഴുതിയ വളരെ റെയർ ആയിട്ടുള്ള, അതായത് ഒന്ന് ലവ് സെക്സിന്റെ ഒക്കെ എക്സ്ട്രീം, മറ്റേത് റിലീജിയസ് അതുപോലെ തന്നെ ഹോളി ടോണിന്റെ എക്സ്ട്രീം. ഈ 2 എക്സ്ട്രീംസും ഒരുപോലെ അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റൈറ്ററാണ് ഡൺ എന്ന് പറയുന്നത്. ഡണ്ണിന്റെ എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്ന വർക്ക് ഒരു മെറ്റാഫിസിക്കൽ പോയമാണ്. 1611 1612 കാലഘട്ടത്തിലാണ് ഈ വർക്ക് എഴുതിയത്. ഫോർ ഹിസ് വൈഫ് ആൻഡ് ബിഫോർ ഹി ലെഫ്റ്റ് ഓൺ എ ട്രിപ്പ് ടു കോണ്ടിനെന്റൽ യൂറോപ്പ്. സോ ഒരു ട്രിപ്പ് പോകുന്നതിന് മുൻപ് വൈഫിന് വേണ്ടി എഴുതിയ സോങ് ആണ് എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്നത്. അത് എഴുതിയ വർഷമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. 1611 1612 ആണ് ആ വർഷം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു ട്രിപ്പിന് വേണ്ടി പോകുന്നതിന് തൊട്ട് മുൻപ് 1611 1612 കാലഘട്ടത്തിൽ സ്വന്തം വൈഫിന് വേണ്ടി എഴുതിയ ഒരു വർക്കാണ് എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്നത്. അതൊരു 36 ലൈൻ പോയമാണ്. ആദ്യമായിട്ട് പക്ഷെ പബ്ലിഷ് ചെയ്ത് വരുന്നത് എന്നാണ് 1633. അപ്പൊ ആ ഒരു ചേഞ്ച്, ആ ഒരു വളരെ മൈനർ ചേഞ്ച് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരുമ്പോൾ നമുക്ക് ആ എക്സാം ഹാളിൽ നമുക്കത് വളരെ സ്ട്രെസ്സും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണത്. അതുകൊണ്ട് അതൊന്ന് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. നോക്കിക്കേ, ഡണ്ണിന്റെ എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതൊരു മെറ്റാഫിസിക്കൽ പോയമാണ്, എഴുതുന്നത് ജോർഡൻ ആണ്. 1611-12 കാലഘട്ടത്തിലാണ് അത് എഴുതുന്നത്, വൈഫിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ആൻഡ് എ വാലഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു 36 ലൈൻ ലവ് പോയമാണ്. ഓക്കെ, 36 ലൈൻസ് ഉള്ള ഒരു ലവ് പോയമാണ്. പക്ഷെ ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1633-ലാണ്. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്ന കളക്ഷന്റെ പേര്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കളക്ഷൻസിന്റെ പേര് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ 1633 കളക്ഷനിലാണ് സോങ്സ് ആൻഡ് സോണറ്റ്സ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. അതും ഡണ്ണിന്റെ മരണത്തിന് 2 വർഷം ശേഷം. ഓക്കെ, സോ സ്വന്തം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പോയമാണ് ഇത് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ്. ബിക്കോസ് വൈഫിന് വേണ്ടി വളരെയധികം ലവില് അദ്ദേഹം എഴുതിയ വർക്കാണ്. അത് എഴുതുന്നത് 1611-ലാണ്, പക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് 1633-ലാണ്. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന കളക്ഷനിലാണ്, അതും അദ്ദേഹത്തിന്റെ മരണത്തിന് 2 വർഷം ശേഷം. അപ്പൊ ഇത്തരത്തിലുള്ള ഡണ്ണിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പോയംസ് നമ്മുടെ സിലബസിൽ വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു, ഒരു റൈറ്ററിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വർക്ക് നമുക്ക് സിലബസിൽ വരുമ്പം ചോദ്യങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഇയറും പബ്ലിഷ്ഡ് ഇയറും പ്രോപ്പർ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് WB Yeatsന്റെ എ പ്രെയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്ന വർക്കാണ്. 1921-ലാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഓക്കെ, എ പ്രെയർ ഫോർ മൈ ഡോട്ടർ 1921-ലാണ്. പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത് 1919-ലാണ്. ഓക്കെ, 1919 എഴുതുകയും അല്ലെങ്കിൽ എഴുതപ്പെടുകയും 1921 മാത്രം പബ്ലിഷ് ചെയ്യുകയും ചെയ്ത വർക്കാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഈ കളക്ഷൻ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ഈറ്റ്സ് കളക്ഷൻ മിഖായേൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ എന്ന് പറയുന്ന
കളക്ഷന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. സോ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1919ഉം 1921 എന്നുള്ളത് ഓർത്തിരിക്കണം. ആ ഒരു ചേഞ്ച് ഉള്ള വർഷങ്ങൾ എഴുതിയ അതേ വർഷമല്ല പബ്ലിഷ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവാവുന്ന ഒരു സംശയമാണ് ഇതൊക്കെ ചോദിക്കുമോ എന്നുള്ളത്. അവരോടാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ കൃത്യമായിട്ട് ഡേ ആൻഡ് ഡേറ്റ് ഉൾപ്പെടെ സിൽവിയ പ്ലാത്തിന്റെ ഡാഡി പബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കത് ഇമ്പോർട്ടൻ്റ്. എഴുതിയ വർഷം അത് കമ്പോസ് ചെയ്തത് ഒക്ടോബർ 12, 1962 ആണ്. ആ ഒരു ഫസ്റ്റ് ലൈൻ ആണ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചു കാണുന്നത്. ഒക്ടോബർ 12, 1962 ഒക്ടോബർ 12 ഈ വർക്ക് എഴുതുന്നത്. അപ്പം നമ്മുടെ മാസം അതുപോലെ തന്നെ ഡേറ്റ് ഉൾപ്പെടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അവരുടെ സെപ്പറേഷന്, ടെഡ് ഹ്യൂസുമായിട്ടുള്ള സെപ്പറേഷന് ഒരു മാസത്തിന് ശേഷമാണ് ഈ വർക്ക് കമ്പോസ് ചെയ്യപ്പെടുന്നത്. അതായത് ആ ഒരു സെപ്പറേഷന്റെ സകല വേദനകളും സങ്കടങ്ങളും നിരാശയും എല്ലാം സിൽവിയയുടെ വർക്കിൽ ഉണ്ടെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഡേറ്റ് ഉൾപ്പെടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ചോദ്യം വന്നിട്ടുള്ളത്. റൈറ്ററിന്റെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത വർക്കാണ്. അതിൽ നിന്ന് അങ്ങനെ തന്നെ ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ സിൽവിയ പ്ലാത്തിന്റെ ഡാഡി എഴുതിയ വർഷം ഒക്ടോബർ 12, 1962 ആണ്. ടെഡ് ഹ്യൂസുമായിട്ടുള്ള അവരുടെ സെപ്പറേഷന് കൃത്യം ഒരു മാസത്തിന് ശേഷം. ദെൻ അത് മാത്രമല്ല, ഈ ഒരു വർക്ക് എഴുതപ്പെട്ട് 4 മാസം കഴിയുമ്പോൾ സിൽവിയയുടെ മരണവുമാണ്. അത്രമാത്രം പേഴ്സണലി ലിങ്ക്ഡ് ആയിട്ടുള്ള വർക്കാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റുമസ്ലി ഇൻ ഏരിയൽ. കളക്ഷന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മരണശേഷം 1965 ഏരിയലിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 1965 ഈ 1965 ആ കളക്ഷന്റെ കൂടെ തന്നെയാണ്, അതിൻ്റെ അകത്ത് തന്നെയാണ് അവരുടെ കുറെ ഫൈനൽ പോയംസ് ഉള്ളത്. സച്ചസ് ലേഡി ലസറസ് പോലെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പോയംസും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം, സിൽവിയ പ്ലാത്തിന്റെ ഡാഡി എഴുതപ്പെട്ടത് ഒക്ടോബർ 12, 1962 പബ്ലിഷ് ചെയ്തത് 1965 ഏരിയലാണ് കളക്ഷൻ. അതിന് എന്തുകൊണ്ട് ആ ഇയർ കഴിഞ്ഞ തവണ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ അത്രമാത്രം പേഴ്സണലി അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഒക്ടോബർ 12, 1962. ദെൻ ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു വർക്കാണ്. ബിക്കോസ് ഇത് ആദ്യമായിട്ട് എഴുതപ്പെടുന്നത് 1910 പബ്ലിഷ് ചെയ്യുന്നത് 1910 ഗീതാഞ്ജലിയിലെ ആണ് നമ്മൾ ഈ വർക്കിനെ കാണുന്നത്. ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ കാണുന്നത് 1910 പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വരുന്നത്, അതായത് ഇംഗ്ലീഷ് എഡിഷൻ ആയിട്ട് വരുന്നത് 1912 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ 1912 ഇംഗ്ലീഷ് എഡിഷനിൽ വരുന്നത്. അപ്പൊ അത് രണ്ടും നമ്മളതൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ഈ വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1910 പക്ഷേ ഇംഗ്ലീഷ് എഡിഷൻ വരുന്നത് 1912 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ഇംഗ്ലീഷ് എഡിഷൻ ആയിട്ട് വരുന്നത് 1912 ആൻഡ് ഗീതാഞ്ജലി എന്ന് പറയുന്ന കളക്ഷനിലെ 35ാമത്തെ പോയമാണ് ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ ഒരു കളക്ഷനിലെ 35ാമത്തെ പോയമാണ് ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ 2 വർഷവും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. 1910 എഴുതപ്പെടുന്നു അല്ലെങ്കിൽ 1910 പബ്ലിഷ് ചെയ്യുന്നു, പക്ഷെ ഇംഗ്ലീഷ് എഡിഷൻ 1910 അത് എഴുതപ്പെടുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നു, പക്ഷെ ഇംഗ്ലീഷ് എഡിഷൻ വരുന്നത്, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന പോയം വരുന്നത് 1912 ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഗീതാഞ്ജലി എന്ന് പറയുന്ന കളക്ഷനിലെ 35ാമത്തെ പോയമായിട്ടാണ് ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ എമിലി ഡിക്കിൻസൺ വളരെയധികം നമുക്ക് പറയാനുള്ള ഒരു റൈറ്റർ ആണ്. നിങ്ങൾക്കറിയാം, തൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എക്സെൻട്രിക് ആയ റൈറ്ററാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ ഒരു പോയം പോലും എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. എഴുതി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് എഴുതി സൂക്ഷിക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് പല വർക്ക്സും എഴുതിയിട്ട് എഡിറ്റ് ചെയ്ത് ഫൈനലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആ ഒരു ഡ്രാഫ്റ്റ് തുന്നി കെട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന റൈറ്ററാണ്. വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള റൈറ്ററാണ് എമിലി ഡിക്കൻസൺ എന്ന് പറയുന്നത്. മരണത്തിന് ശേഷമാണ് ഇത്രയും കവിതകൾ, ബൾക്ക് വോളിയം കവിത അവരെഴുതിയെന്ന് കുടുംബാംഗങ്ങൾ പോലും തിരിച്ചറിയുന്നതും അതെല്ലാം കൂടി പബ്ലിഷ് ചെയ്യുന്നതും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നതും. സോ ജീവിത കാലഘട്ടത്തിൽ യാതൊരുവിധ പ്രിവിലേജുകളും അംഗീകാരങ്ങളും കിട്ടാത്ത ഒരു റൈറ്റർ കൂടിയാണ് എമിലി ഡിക്കൻസൺ എന്ന് പറയുന്നത്. അവരുടെ 1819 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത്. എമിലി ഡിക്കൻസന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് 1819 എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്ത് വരുന്നത്.
ആൻഡ് ഏതാണ്ട് 1863 എഴുതപ്പെട്ടത് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഇവരുടെ വർക്ക്സിന്റെ, എമിലി ഡിക്കൻസിന്റെ വർക്ക്സിന്റെ ഓർഡർ നമുക്ക് പ്രോപ്പർ അറിഞ്ഞുകൂടായിരുന്നു. അതുപോലെ തന്നെ എഴുതപ്പെട്ട വർഷങ്ങളും അറിയത്തില്ലായിരുന്നു. പിന്നെ വളരെ സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ ഒന്ന് രണ്ട് സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ച് എന്തൂസിയാസ്റ്റുകളൊക്കെ വളരെയധികം സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ടാണ് ആ എഴുതപ്പെട്ട പേപ്പറുകളുടെ പഴക്കം, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വീണിരിക്കുന്ന ആ ഒരു ഹോൾസ്, അതായത് ഹോൾസിൽ കൂടാണ് നീഡിലൊക്കെ വെച്ച് എന്ത് ചെയ്തിരിക്കുന്ന ആ എഴുതിയ മുഴുവൻ പോയംസ് ഇവർ കെട്ടിവെച്ചിരുന്ന, ബണ്ടിൽ ചെയ്ത് വെച്ചിരുന്നത്, അതിൻ്റെയൊക്കെ പഴക്കം, അതിൻ്റെ ഒരു ഹോൾസിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ വെച്ചിട്ടാണ് ഏതൊക്കെയാണ് ആദ്യം എഴുതിയത്, പിന്നീട് എഴുതിയത് ഏതൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ 1863 നമ്മൾ പറയുന്നുണ്ട്, റിട്ടൺ ഇയർ 1863 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്തു വന്ന വർഷം 1890 റോബർട്ട് ബ്രദേഴ്സ് ഓഫ് ബോസ്റ്റൺ ആണ് ഇത് പബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നു. സോ 1890 ആണ് ആ വർഷം. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്ററുമായിട്ട് എഗൈൻ ആ ഒരു അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യമില്ലായ്മ, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. എമിലി ഡിക്കൻസിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അങ്ങേയറ്റത്തെ, അതായത് പങ്ക്ച്വേഷൻ ഉൾപ്പെടെ, എൻ ഡാഷുകൾ ഉൾപ്പെടെ വളരെയധികം സ്റ്റൈൽസ് ഒക്കെ യൂസ് ചെയ്ത് എഴുതിയ റൈറ്ററാണ്. നമുക്ക് അത്ര ഡീറ്റെയിലോട്ട് ഈ ക്ലാസ്സിൽ പോകണ്ട. എങ്കിൽ പോലും എമിലി ഡിക്കൻസിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് 1890 പബ്ലിഷ് ചെയ്തതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ദെൻ നമ്മൾ ആദ്യം തൊട്ട് നോക്കിയത് ഏറ്റവും കൂടുതൽ ഒരു വൈരുദ്ധ്യങ്ങൾ ഉള്ള, അതായത് പബ്ലിഷ് ചെയ്ത ഇയറും റിട്ടൺ ഇയറും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉള്ള വർക്ക്സ് ആണ്. കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വർക്ക്സിന്റെയും, അതായത് ഇതുപോലെ കംപ്ലീറ്റ് സിലബസിലെ വർക്ക്സിന്റെ പബ്ലിഷ്ഡ് ഇയർ ഒന്നിച്ച് മാറ്റി പഠിപ്പിക്കുന്നുണ്ട് ലൈവിൽ. ഇവിടെ നമ്മൾ അതിൻ്റെ അകത്തൊരു കോൺഫ്ലിക്റ്റ് ഉള്ളതാണ് ഒന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉള്ള ആൾക്കാരെയാണ്. അതിൽ ഡണ്ട് എ വാലിഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് ഉണ്ട്, 1611 അല്ലെങ്കിൽ 12 എഴുതപ്പെടുന്നു. പക്ഷേ പബ്ലിഷ് ചെയ്യുന്നത് 1633 സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന കളക്ഷനിലാണ്. ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ WB ഈറ്റ്സിന്റെ എ പ്രെയർ ഫോർ മൈ ഡോട്ടർ 1921 എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്, എഴുതപ്പെടുന്നത് 1919. ദെൻ സിൽവിയ പ്ലാത്തിന്റെ ഡാഡി കഴിഞ്ഞ തവണത്തെ HSIയുടെ ക്വസ്റ്റ്യൻ ആണ്. എഴുതപ്പെടുന്നത് October 12, 1962. പബ്ലിഷ് ചെയ്യുന്നത് 1965. ദെൻ ടാഗോറിന്റെ വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, അത് പബ്ലിഷ് ചെയ്യുന്നത് 1910. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത് 1912. ആൻഡ് ഗീതാഞ്ജലിയിലെ 35ാമത്തെ പോയമാണ് വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ദെൻ എമിലി ഡിക്കൻസന്റെ വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1890. അറിയാം, അവരുടെ പേഴ്സണൽ ലൈഫ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, പോസ്റ്റ്മസ് ആയിട്ടാണ് വർക്ക്സ് എല്ലാം പുറം ലോകം അറിയുന്നത്. എൻഡാഷുകൾ ഉൾപ്പെടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്റ്റൈലിസ്റ്റിക് ഡിവൈസുകളും യൂസ് ചെയ്ത് എഴുതിയ റൈറ്ററാണ് എമിലി ഡിക്കൻസ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കളക്ഷൻ നെയിംസ് ആണ്. ചില വർക്ക്സ്, അതായത് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വർക്ക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന കളക്ഷൻസിന്റെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കളക്ഷനിൽ വന്നു, മാറുന്ന ഒരു പാറ്റേണിൽ ഇത് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പഠിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, പബ്ലിഷ് ചെയ്തു വരുന്ന വർഷം, ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ മാറുന്ന എക്സാം പാറ്റേണുകൾ, അതായത് UGC നെറ്റ് ഉൾപ്പെടെയുള്ള മോഡലിൽ നോക്കുമ്പോൾ കളക്ഷന്റെ നെയിം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിഷറിന്റെ നെയിം, നമുക്ക് യൂഷ്വലി പബ്ലിഷറിന്റെ നെയിം പഠിച്ചൊരു പാറ്റേൺ നമുക്കില്ല. പക്ഷേ പബ്ലിഷറിന്റെ നെയിം UGC നെറ്റ് എക്സാം ഉൾപ്പെടെയുള്ള എക്സാംസിന് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിലബസിലുള്ള വർക്ക്സിന്റെ പബ്ലിഷേഴ്സ്, എല്ലാത്തിനും ഇല്ല, പബ്ലിഷേഴ്സിനെ കൂടി നമുക്കൊന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ദെൻ കളക്ഷൻ നെയിംസ് ആണ് നമ്മൾ നോക്കുന്നത്. മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന വർക്ക് 1964 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത്. പബ്ലിഷ് ചെയ്യുന്ന കളക്ഷന്റെ പേര് ദ സർക്കിൾ ഗെയിം. എന്താണ്? ദ സർക്കിൾ ഗെയിം. നോക്കിക്കേ, മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ആണ് നമ്മൾ പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് വരുന്ന കളക്ഷന്റെ പേരാണ് ദ സർക്കിൾ ഗെയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ ഒരു കളക്ഷന് തന്നെ തുടങ്ങുന്ന, അതിനെ ഓപ്പൺ ചെയ്യുന്ന പോയമായിട്ടാണ് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ പറയുന്നത്. 1964 ഈ വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഒരുപാട് 1964 പബ്ലിഷ് ചെയ്ത് വന്ന ഈ വർക്ക് ധാരാളം അവാർഡുകൾ നേടിയ വർക്കാണ്. ഓക്കെ, സോ നോക്കിക്കേ, മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ കാണുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് വന്ന കളക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ദ സർക്കിൾ ഗെയിം ആണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്ന വർഷം. ആൻഡ് 1964 ഈ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്ത് വരുന്നത്. ആ കളക്ഷൻ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ പോയത്തിലാണോ എന്നാണ് പറയുന്നത്. ധാരാളം അവാർഡുകൾ നേടിയ ഈ വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്ന ആ ഒരു കളക്ഷന്റെ പേരാണ് ദ
സർക്കിൾ ഗെയിം എന്ന് പറയുന്നത്, ഓർത്തിരിക്കാം. ദെൻ കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ, സമ്മർ ഇൻ കൽക്കട്ട എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കളക്ഷനിലാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത്. 1961 കോഴ്സിൽ, അതായത് ആപ്പിലെ കോഴ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടും, പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ്, ഇനി എന്തെങ്കിലും സോഷ്യോ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റുമായിട്ട് ഈ പോയം അസോസിയേറ്റഡ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗുമായിട്ട് ഇത് അസോസിയേറ്റഡ് ആണെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, MCQs ആൻഡ് കളക്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, പ്രൊഫൈൽ ഓഫ് ദി ഓതർ എല്ലാം കവർ ചെയ്യും. പക്ഷെ പാരലായിട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം 1965 സമ്മർ ഇൻ കൽക്കട്ട എന്ന് പറയുന്ന കളക്ഷനിലാണ് കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്ത് വന്നിരിക്കുന്നത്, പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയണം. നമ്മൾ ടോയ്ലറ്റ് റിവിഷനെ പറ്റി ഒക്കെ പറയും അല്ലെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള, അതായത് നമ്മൾ മാത്രമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കണം, ഇതിങ്ങനെ റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കമലാദാസിന്റെ സിലബസിലെ കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ ഏത് കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത്, സമ്മർ ഇൻ കൽക്കട്ട 1965. എനിക്കിതൊക്കെ അറിയാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ആ ഒരു സിലബസിനെ ഇന്റേണലൈസ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള, ബിക്കോസ് സമ്മർ ഇൻ കൽക്കട്ട അത്രമാത്രം ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. സോ കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ പബ്ലിഷ് ഇൻ ദി കളക്ഷൻ ഓഫ് സമ്മർ ഇൻ കൽക്കട്ട. ഇത് വർഷം 1965. ഈ കളക്ഷൻ ശരിക്കും കമലാദാസിന്റെ ലൈഫിനെയും അവരനുഭവിച്ച കോൺഫ്ലിക്ട്സിനെയും വിത്ത് ഹെർ ഓൺ സെൽഫ് ആൻഡ് ദ സൊസൈറ്റിയുടെ ഇൻട്രൂഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ, സൊസൈറ്റിയുടെ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവരുടെ പേഴ്സണൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ സെൽഫും സൊസൈറ്റിയും തമ്മിൽ അനുഭവിച്ച മുഴുവൻ ഇഷ്യൂസിനെയും പറ്റിയുള്ള, ആ ഒരു സ്ട്രഗിൾസിനെ പറ്റിയുള്ള ഒക്കെ ഡീറ്റെയിൽഡ് അക്കൗണ്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരനുഭവിച്ച കോൺഫ്ലിക്ട്സിനെ പറ്റി പറയുന്ന വർക്കാണ് സമ്മർ ഇൻ കൽക്കട്ട എന്ന് പറയുന്നത്. സോ സഫറിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫെമിനൈൻ ഐഡന്റിറ്റി, മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന, ഒരു ഫെമിനൈൻ ഐഡന്റിറ്റി ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ സ്ട്രഗിൾസ് ഒക്കെ പറയുന്ന കളക്ഷനാണ് സമ്മർ ഇൻ കൽക്കട്ട. ഓർത്തിരുന്നോണം. നമ്മുടെ ഇന്നത്തെ കളക്ഷന്റെ ലിസ്റ്റിൽ നമുക്ക് അതുകൂടി ഓർത്തിരിക്കാം. കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ പബ്ലിഷ്ഡ് ഇൻ ദി കളക്ഷൻ ഓഫ് സമ്മർ ഇൻ കൽക്കട്ട ഇൻ 1965. 1965 സമ്മർ ഇൻ കൽക്കട്ട എന്ത് ചെയ്ത് വരുന്നത്, പബ്ലിഷ് ചെയ്ത് വരുന്നത് ഓർത്തിരിക്കാം. ദെൻ ടാഗോറിന്റെ, നമ്മൾ എടുത്തു പറഞ്ഞു, ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയറിന്റെ ആ ഒരു ഇയർ നമ്മൾ പറഞ്ഞു 1910, 1912. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1910, ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡിഷൻ വരുന്നത് 1912 എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ കളക്ഷന്റെ പേര് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഗീതാഞ്ജലി. അറിയാലോ, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു ആൻസർ ആണ്. ഗീതാഞ്ജലി ആണ് ടാഗോറിന്റെ ആ ഒരു പബ്ലിക്കേഷൻ വരുന്ന ആ ഒരു കളക്ഷൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിൽവിയ പ്ലാത്തിന്റെ ഡാഡി വരുന്ന കളക്ഷന്റെ പേര് ഏരിയൽ ആണ് കേട്ടോ. സിൽവിയ പ്ലാത്തിന്റെ ഡാഡി വരുന്ന കളക്ഷന്റെ പേര് ഏരിയൽ ആണ്. റിമെമ്പർ, അതും പോസ്റ്റുമസ് പബ്ലിക്കേഷൻ ആണ് ഏരിയൽ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഏരിയലിൽ പബ്ലിഷ് ചെയ്ത് വരുന്നത്, ഓർത്തിരിക്കാം. സോ 2 കളക്ഷൻ, ഒന്ന് ടാഗോറിന്റെ വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ഗീതാഞ്ജലി, സിൽവിയ പ്ലാത്തിന്റെ ഡാഡി വരുന്ന കളക്ഷനാണ് എന്ത്, ഏരിയൽ എന്ന് പറയുന്നത്. ദെൻ ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ്. റോബർട്ട് ബ്രൗണിങ് ഫേവറേറ്റ് ഓതർ ആയിട്ടുള്ള ഒരുപാട് റീഡേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ, ആ തീംസ് ആൻഡ് റൈമിങ് കപ്ലെറ്റ്സ് ആൻഡ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഡ്രമാറ്റിക് മോണോലോഗ്സ്. ഇത്ര വർഷങ്ങൾക്കപ്പുറവും അല്ലെ, ഏതാണ്ട് ഒരു 2 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമുക്ക് പാരലൽ ചെയ്യാൻ പറ്റാത്ത അത്ര ഗംഭീരമായിട്ടുള്ള ഡ്രമാറ്റിക് മോണോലോഗുകൾ എഴുതിയ റൈറ്ററാണ് റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ലവ്, ആ തീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് വന്ന സീരീസ് അല്ലെങ്കിൽ വന്ന കളക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ബെൽസ് ആൻഡ് പൊമഗ്രാനേറ്റ് സീരീസിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1842 ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് വരുന്നത്. 56 ലൈൻസ് ഉള്ള പോയമാണ്, റൈമിംഗ് കപ്ലെറ്റ് ആണ്. ഓക്കെ, സോ 1842 ആ ഒരു വർക്ക് നന്നായിട്ട് ഓർത്തിരിക്കണം. അത് വന്ന കളക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ബെൽസ് ആൻഡ് പൊമഗ്രാനേറ്റ് സീരീസ്. ഓക്കെ, നമ്മൾ റോബർട്ട് ബ്രൗണിങ്ങിന്റെ അല്ല, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഡ്രമാറ്റിക് മോണോലോഗുകളെ പറ്റി സംസാരിക്കുമ്പം ഏറ്റവും ഉദാത്തമായ എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയുന്ന വർക്കാണ് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കാം. അത്രമാത്രം റൈമിംഗ് കപ്ലെറ്റ്സ്, ഡ്രമാറ്റിക് മോണോലോഗ്സ്, ഡ്രമാറ്റിക് ലിറിക്സ് ഒക്കെ വരുന്ന വർക്കാണ് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ്. പബ്ലിഷ് ചെയ്ത് വരുന്ന
ആ ഒരു കളക്ഷനെയാണ് ബെൽസ് ആൻഡ് പൊമഗ്രാനൈറ്റ് സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഓർത്തിരിക്കാൻ നമ്മൾ പറയുന്നത് കളക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സിലബസിൽ നമ്മുടെ വർക്ക്സ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കളക്ഷൻസ്, പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും കളക്ഷനിലാണോ നമ്മുടെ സിലബസിൽ നിന്ന് വർക്ക്സ് വന്നത് എന്നുള്ളത് പാരലായിട്ട് നോക്കുന്നു. അത് മാത്രമായിട്ട് എടുത്ത് പഠിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷനർ എന്ന് പറയുന്ന വർക്ക്സ് ആനൽസ് ഓഫ് ദി ഫൈൻ ആർട്സ് ഓഫ് 1819 വന്നത്. ആ വർഷവും ആ സീരീസും ആ കളക്ഷനും കൂടി നമുക്ക് ഒന്നിച്ചങ്ങ് ഓർത്തിരിക്കാം. ഓക്കെ, ഓഡ് ഓൺ എ ഗ്രീഷനർ അറിയാലോ, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, ഒരുപാട് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ തന്നെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന വർക്കാണ്. അത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ കീറ്റ്സിന്റെ പേരിലല്ല ഈ വർക്ക് പബ്ലിഷ് ചെയ്ത് വന്നത് എന്നുള്ളതാണ്. അനോണിമസ് ആയിട്ടാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തിരിക്കാം. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മേജർ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ പഠിച്ച കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അതിൻ്റെ പേരുകളൊന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? ദ സർക്കിൾ ഗെയിം. മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ പബ്ലിഷ് ചെയ്ത കളക്ഷന്റെ പേരാണ് ദ സർക്കിൾ ഗെയിം. 1964 പബ്ലിഷ് ചെയ്തതെന്ന് ഓർത്തിരിക്കാം. കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ സമ്മർ ഇൻ കൽക്കട്ട 1965. ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ഗീതാഞ്ജലി കളക്ഷൻ 1912 ഞാൻ പറയുന്നത്. അത് ഇംഗ്ലീഷ് എഡിഷൻ ആണെന്ന് ഓർത്തിരിക്കാം. ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് ബെൽസ് ആൻഡ് പൊമഗ്രാനൈറ്റ് സീരീസ് ആണ് 1842. ദെൻ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷനർ എന്നൽസ് ഓഫ് ദി ഫൈൻ ആർട്സ് ഓഫ് 1819. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് കൂടുതലും നമ്മൾ പറഞ്ഞത് പോസിബിൾ ആയിട്ട് വരാവുന്ന ചോദ്യങ്ങളെ പറ്റിയാണ്. പബ്ലിഷ്ഡ് ഇയർ, കളക്ഷൻസ്, ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ ഫിസിക്കൽ ഓർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആട്രിബ്യൂട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, ഒരിടത്തേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, തിങ്സ് ചോദിക്കാം. ഇതൊക്കെയും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളാണ്. സോ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിലൂടെ, നമ്മൾ സിലബസ് ഹാർഡ് വർക്ക് ചെയ്ത് കവർ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തൂടെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാവും എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു സെപ്പറേറ്റ് PDF നോട്ടോ ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കണം. നമ്മുടെ കോഴ്സിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവുകളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്ത് കാണും എന്ന് എനിക്കറിയാം. അതായത് അപ്ലൈ ചെയ്ത് കാണും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഉള്ള സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് അപ്ഡേഷൻ വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നല്ലൊരു മെത്തേഡ് ആയിരിക്കില്ല. അതുകൊണ്ട് പഠിച്ചു തുടങ്ങി കവർ ചെയ്ത് പോവുക. ആൻഡ് അത് നിങ്ങൾക്ക് ഇനി വരുന്ന സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അതിനെ നേരിടാനുള്ളൊരു കപ്പാസിറ്റി തരും, ഒരു സ്റ്റഡി പ്ലാൻ കിട്ടും. അതുമാത്രമല്ല പഠിച്ച് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് എങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. എന്ത് ചേഞ്ച് ഉണ്ടായാലും നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് കൊടുത്തേക്കാം. അത്തരത്തിലുള്ള യാതൊരു ടെൻഷൻസോ കോൺഫ്ലിക്ട്സോ ഒന്നും വേണ്ട. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ ചെറിയ വേരിയേഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയ വേരിയേഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, പഠിച്ചു തുടങ്ങാം. ആൻഡ് ആ ഒരു ഇനി വളരെ കുറച്ച് ദിവസമേ മുൻപിലുള്ളൂ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസത്തിൽ നിന്ന് 3-4 മണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. 3-4 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കും, കുഞ്ഞു കുട്ടികളുള്ളവരുണ്ട്, അതല്ലെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടവരുണ്ട്. പക്ഷേ ഫുൾ ടൈം അങ്ങ് ഒരു റൂമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ധാരാളം പേരുണ്ട്. നമുക്കറിയാം എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപോലെയല്ല. എല്ലാവർക്കും ഒരേപോലുള്ള പ്രിവിലേജസും ഒന്നും ആയിരിക്കില്ല. നമുക്ക് ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ളവർ കാണും, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ, നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളുള്ളവർ കാണും. സോ കുറേ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ റെസ്റ്റിൻ്റെ സമയമായിരിക്കും നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പം പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ടയറിങ് ആയിരിക്കും, നമുക്ക് തന്നെ ക്ഷീണം കാണും, നമുക്ക് സങ്കടം ഒക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ട് കിട്ടാത്തവരായിരിക്കും, ലിസ്റ്റിൽ ഉണ്ടായിട്ടും കിട്ടാത്തവരായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കാണും. പക്ഷെ അതിനപ്പുറം അത്രയും കഷ്ടപ്പാടിലും
പഠിക്കുന്നവന് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ആൻഡ് അത് ആ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ചുകൂടി മധുരമുള്ളത് കൂടിയായിരിക്കും. നമ്മുടെ ആ ഒരു അത്രമാത്രം കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലമായിട്ട് അത് കിട്ടുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി മധുരിക്കും. നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുന്നത് പോലെയുള്ള മധുരമായിരിക്കും ആ റിസൾട്ടിന്. സോ അത് സ്വപ്നം കാണുക, പഠിക്കുക, കിട്ടുന്ന സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, HSC ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുക. നിങ്ങളുടെ എഫേർട്സ് കുറയ്ക്കാൻ, അതായത് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇങ്ങനെ പോർഷൻസിൽ നിന്നൊരു പാരലൽ സ്റ്റഡി ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും എൻട്രി ഒപ്പം ഉണ്ട്. സോ ആ ബേർഡൻസ് ഷെയർ ചെയ്യാൻ നമ്മളുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, പഠിക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കേരളത്തിലെ ക്ലാസ് മുറികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതെ, HSA നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു. അധ്യാപകരാകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ? എങ്കിൽ ഭയക്കണ്ട, ഇത്തവണ നിങ്ങൾ സ്വപ്ന ജോലിയിൽ എത്തിയിരിക്കും. അവസരങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അവസരോചിതമായി ഇടപെടലാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. തീർച്ചയായും പോയ വർഷങ്ങളിൽ കൈവന്ന അവസരങ്ങൾ മുതലാക്കി എൻട്രിയിലൂടെ അധ്യാപകരായത് 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. ചിട്ടയായ പരിശീലനം, റിസർച്ച് ഓറിയന്റഡ് ക്ലാസുകൾ, മാറ്റമറിഞ്ഞ് തയ്യാറാക്കിയ മാതൃകാ പരീക്ഷകൾ, സ്റ്റഡി നോട്ട്സ്, അങ്ങനെ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം എൻട്രിയിലുണ്ട്. അപ്പോൾ എങ്ങനാ, പഠിച്ചു കയറുമല്ലേ സ്കൂളുകളിലേക്ക്? ഇപ്പോൾ തന്നെ എൻട്രിയുടെ HSA ടീമിനൊപ്പം ജോയിൻ ചെയ്യും. റാങ്കുകളെടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്.